ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സ്റ്റാൻലിയെ അപ്പച്ചൻ ശരിക്കും എടുത്തിട്ടൊന്ന് കുടയുക. പക്ഷേ സ്റ്റാൻലി ആണെങ്കിൽ വിട്ടു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതേ ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറഞ്ഞു അപ്പച്ചൻ. അപ്പോൾ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണോ അപ്പച്ചൻ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചു. അവളോട് പോകാൻ പറഞ്ഞാൽ എന്നാടാ, അവൾ പോകത്തില്ലേന്ന് ചോദിച്ചു. പോകും. അപ്പോൾ നീ പോയിക്കോ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അവൾ പോവാൻ റെഡി ആകുമെന്ന് സ്റ്റാൻലി പറഞ്ഞു. ഓ അങ്ങനെ. ഒന്നാമത് അവൾക്ക് ഇവിടുത്തെ അന്തരീക്ഷമോ ഇവിടുത്തെ ആളുകളെ തീരെ പിടിച്ചിട്ടില്ല എന്ന് സ്റ്റാൻലി പറയുക കേട്ടോ. പിന്നെ ഞാനും അത്ര പോരാ എന്നുള്ളൊരു മട്ടിലാണ് അവളുടെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ പിന്നെ എന്തോന്ന് തടസ്സം ലാലിച്ച പോകാൻ പറയടാ. അപ്പം അങ്ങനെ പറഞ്ഞയക്കാനാണെങ്കിൽ ഞാൻ അലീനയെ ഈ വീട്ടിലേക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, വേണ്ടായിരുന്നല്ലോ. അത് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, നീ കേട്ടില്ലല്ലോ. കേട്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പച്ചാ, അവൾ 23 വർഷം ഒരനാഥാലയത്തിലായിരുന്നു. അത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ ലാലിച്ച. ദേ ഞാൻ നിന്നെ ഒരു കാര്യത്തിൽ മാത്രമേ ഇന്നേ വരെ എതിരായിട്ട് നിന്നിട്ടുള്ളൂ. 10-24 കൊല്ലം മുൻപ് നീ ആ പാലാക്കാരുത്തി പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞപ്പം മാത്രം. ഇപ്പോൾ അവളുടെ മകളാണെന്നും പറഞ്ഞ് വന്നിരിക്കുന്ന പെണ്ണിൻ്റെ കാര്യത്തിലും ഞാൻ എതിരെ നിൽക്കാൻ പോവുകയാണെന്ന് അപ്പച്ചൻ. ഒന്നുകിൽ നീ എന്നെ ചവിട്ടി പുറത്താക്കണം, അല്ലെങ്കിൽ അവളെ പുറത്താക്കണം. അപ്പച്ചൻ വിചാരിക്കുന്നത് പോലെ ഒരു പെൺകുട്ടി അല്ല അലീന. അന്നേരം ലാലിച്ച, കിട്ടേണ്ടതുപോലെ കിട്ടിയാ പോകാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? നീ ഫോൺ വെച്ചോ, ഞാൻ അങ്ങോട്ട് വരിക എന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ച ഫോൺ അങ്ങ് കട്ട് ചെയ്തു. സ്റ്റാൻലി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ പുറകെ കൈയൊക്കെ കെട്ടി നമ്മുടെ വൈദ്യ ചേച്ചി ഇങ്ങനെ വീട്ടിൽ കൂടെ സർവാധികാരിയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൃഷ്ണ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. കൃഷ്ണ വന്നപ്പം അമ്മയുടെ ഈ നിപ്പും മട്ടും മാതിരിയൊക്കെ കാണുന്നു. തൊട്ട് സൈഡിലിരുന്ന് ബബിത ഫോൺ നോക്കുന്നുണ്ട്. ആ സമയത്ത് ബബിതയുടെ അടുത്ത് വന്ന്, ബബിതേച്ചി അമ്മ എന്താ തീരുമാനിച്ചുകൊണ്ടാണല്ലോ ഈ നടപ്പ് എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ബബിത ഇങ്ങനെ നോക്കി. ഞാനും കണ്ടായിരുന്നു, അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നാ തോന്നണേന്ന് പറഞ്ഞു. എന്തിന് അച്ഛനമ്മയെ ടൂറിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് കൃഷ്ണ ചോദിക്കുക ബബിതയോട്. വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആ തലയിൽ, അല്ലാതെ ഇപ്പോൾ എന്താ? ചോദിച്ചാലോ? എനിക്കെങ്ങും വയ്യ, നിനക്ക് വേണ്ട നീ പോയി ചോദിക്കാൻ പറഞ്ഞു ബബിതയെ. കൃഷ്ണ എന്നിട്ട് പതുക്കെ വൈദ്യരുടെ അടുത്തേക്ക് ചെന്നു. അമ്മ എന്താ ഇങ്ങനെ നടക്കണേ? അല്ല, അമ്മയുടെ കാല് രണ്ടും പൊള്ളിയൊന്ന് സംശയം. കാല് പൊള്ളാനോ? എൻ്റെയോ? അല്ല, കുറേ നേരം ഇരിക്കപ്പുറത്തില്ലാതെ അമ്മ ഇങ്ങനെ നടക്കുന്നു. ആരെങ്കിലും വെയിറ്റ് ചെയ്യാണോ? അപ്പം നിൻ്റെ അച്ഛനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും കൊണ്ട് എന്താ സിനിമയ്ക്ക് പോകാമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വിളച്ചിലെടുക്കല്ലേ എൻ്റെ അടുത്ത്. ചെറുതാണോ വലുതാണോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ. അച്ഛനോട് അടി കൂടാൻ വേണ്ടിയിട്ടാണ് ഈ വെപ്രാളം കാണിക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ, ചോദിക്കുന്നുണ്ട് ഞാൻ. എന്നാ ചോദിക്കാനാ? നിങ്ങളോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടാണോ അങ്ങേരും മറ്റൊരാൾക്ക് സ്വർണം പൂശിക്കൊടുത്തത്? പൂശിക്കൊടുത്തെന്നോ? ആർക്ക്? അലീനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൾക്ക് സ്വർണവും 10,000 രൂപയുടെ ഡ്രസ്സും 50,000 രൂപയുടെ ബാങ്ക് ട്രാൻസ്ഫറും കൊടുക്കട്ടെ എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടാണോ ചെയ്തതെന്ന്? ഇല്ല. എന്തിനാ അത് ചോദിക്കുന്നേ? സ്വന്തം മോൾക്ക് കൊടുക്കുന്ന പോലെയല്ലേ എന്ന് ചോദിച്ചു കൃഷ്ണ. നിങ്ങളോടും കൂടി അഭിപ്രായം അത് ചോദിക്കണ്ടേ? പ്രായപൂർത്തി വന്നവരല്ലേ ബബിതയും രോഹിയും, അവരോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടായിരുന്നു. കണ്ട അലവലാതി പെണ്ണുങ്ങൾക്ക് വാരിക്കോരി കൊടുക്കാനുള്ളതാണ് കുടുംബസ്വത്ത്. ചോദിക്കാൻ നിൻ്റെ ഒന്നും വയലടി നാക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നമ്മ അലീന ചേച്ചിക്ക് കൊടുക്കാൻ കടപ്പെട്ടതിൻ്റെ 100-1 പോലും കൊടുത്തിട്ടില്ലെന്നാ എൻ്റെ അഭിപ്രായം എന്ന് കൃഷ്ണ പറഞ്ഞു. അച്ഛൻ അത്രയെങ്കിലും കൊടുക്കാനുള്ള സന്മനസ് കാണിച്ചല്ലോ എന്ന് ഓർത്ത് അമ്മ സന്തോഷിക്കല്ലേ വേണ്ടത്. പെണ്ണെ, എൻ്റെ വായിന്നൊന്നും കേൾക്കരുത് കേട്ടോ. 10-16 ലക്ഷം രൂപയുടെ മുതലെടുത്ത് കൊടുക്കാൻ അവിടെ ആരാടി ഈ കുടുംബത്തിലെ? എങ്ങാണ്ട് ഇഴഞ്ഞു കയറി വന്ന അട്ടയല്ലേ? അട്ട ഇറങ്ങിപ്പോയല്ലോ. ഇനിയെങ്കിലും ഒന്ന് നിർത്താൻ പറഞ്ഞു കൃഷ്ണ. എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്ത് വെല്ലുവിളിമാർക്ക് ഇഷ്ടദാനം കൊടുത്തിരിക്കുന്നു. അവൾ എന്നാ ചെയ്തിട്ടാ ഇവിടെ എല്ലാവർക്കും രാവിലെ തോറും സ്വർണ്ണമോട്ടയാണോ പുഴുങ്ങി തന്നുകൊണ്ടിരുന്നത്? ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ, ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണ ഇങ്ങനെ മുകളിലോട്ട് നോക്കാം, അച്ഛൻ ഇറങ്ങി വരുന്നുണ്ടോ എന്ന്. എന്നിട്ട് മുകളിലോട്ട് കയറിപ്പോയി. അവിടെ ചെന്ന് ഇങ്ങനെ കുറച്ച് നേരം നോക്കി മുകളിലോട്ട്. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നു. ദേ വരുന്നുണ്ട്, ചോദിക്കേ. അച്ഛൻ്റെ കൈ എത്താത്ത അകലത്തിൽ നിന്ന് ചോദിക്കണം കേട്ടോ അമ്മേ എന്ന് പറഞ്ഞ് കൃഷ്ണ. നമ്മൾ സ്വന്തം തടി കേടാക്കാൻ നോക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ബാലൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും നോക്കി ദഹിപ്പിച്ചിങ്ങനെ നിൽക്കുക. ബാലനും തിരിച്ച് അതുപോലെ തന്നെ നോക്കി. ബാലൻ എന്നിട്ട് അങ്ങ് നടന്നു പോയപ്പം ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് ചെല്ലിയാ വൈജ. ബാലൻ നിന്നു. നിങ്ങൾ ജ്വല്ലറിയിൽ നിന്ന് 12.5 പവൻ്റെ സ്വർണ്ണം എടുത്ത് അലീനയ്ക്ക് കൊടുത്തു? കൊടുത്തു. ടെക്സ്റ്റൈൽസിൽ നിന്ന് 17,000 രൂപയുടെ ഡ്രസ്സ് എടുത്ത് കൊടുത്തു? അതും ഞാൻ കൊടുത്തു. 50,000 രൂപ അവൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തോ? എപ്പോഴേ കൊടുത്തു.
ഇതൊന്നും ഞാനൊരിക്കലും അറിയത്തില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ആണോ എന്ന് വൈജ ചോദിക്കുമ്പം, നീ അറിഞ്ഞാൽ എന്നാ അറിഞ്ഞില്ലെങ്കിൽ എന്നാ, എനിക്ക് വെറും പുല്ല്, നീ ഒന്നുകൂടി വേണമെങ്കിൽ അറിഞ്ഞോ. എന്നിട്ട് അതെല്ലാം കൂടി വാരിക്കുഴച്ച് ഉണ്ടയാക്കിയിട്ട് വായിലിട്ട് ചവച്ചുകൊണ്ട് നടന്നു. അങ്ങനെ തർക്കുത്തരം പറഞ്ഞ് രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കണ്ട ബാലേന്ദ്ര. അലീന ഇവിടെ വീട്ടുജോലിക്ക് വന്നവളാ. അപ്പം മുത്തശ്ശിയെ നോക്കാൻ ഹോം നേഴ്സായിട്ട് വന്നതാണെന്ന് കൃഷ്ണ. എന്ത് കുന്തമെങ്കിലും ആവട്ടെ, മാസം അവളുടെ ശമ്പളം അക്കൗണ്ടിലിട്ട് കൊടുക്കുന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു. അതെല്ലാം കൊടുത്തായിരുന്നല്ലോ. അതിനിടയ്ക്ക് 2 ലക്ഷത്തിൻ്റെ രൂപയ്ക്കെടുത്ത് ഓവർ ടൈം വകവെച്ച് കൊടുത്തിട്ടില്ലേന്ന് ചോദിച്ചു. ഓവർ ടൈം അല്ല, ബോണസ്. എന്നാത്തിൻ്റെ ബോണസ്? 10,000 രൂപ മാസശമ്പളത്തിന് വന്നവള് 3 മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ 1.25 ലക്ഷം രൂപയുടെ ബോണസോ? അതെവിടുത്തെ കണക്കാ എന്നും ചോദിച്ചു വൈജ. 3 മാസം അവൾ നിന്നെ സഹിച്ചില്ലായിരുന്നു. അതിന് 30 ലക്ഷം രൂപയാണ് ഞാൻ വിലയിട്ടത്. 1.25 ലക്ഷം രൂപയെ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി നീ കൊടുത്തേക്കണം എന്നെങ്കിലും. നിനക്ക് വിളവ് കിട്ടുമ്പോൾ നീ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. എൻ്റെ പട്ടി കൊടുക്കും. അയ്യോ, നിന്റെ പട്ടി വെറും ചാവാലിപ്പട്ടിയല്ലേ? നിന്റെ ഈ ഒടുക്കത്തെ ബാധ മുഴുവൻ അതിൻ്റെ പുറത്തേക്ക് കെട്ടിവെക്കല്ലേ. ഇപ്പം തന്നെ ആ പട്ടിക്ക് താങ്ങാൻ വയ്യാതിരിക്കുവാണെന്ന് പറഞ്ഞു ബാലേട്ടനെ. എല്ലാം പോട്ടെ, പോകാൻ നേരത്ത് അവൾക്ക് വേണ്ടിയ 16 ലക്ഷം രൂപ ചെലവാക്കിയത് എന്നാത്തിനാ? അവൾ വേലക്കാരിയല്ല, ഹോം നേഴ്സല്ല, ഹോം സൂപ്രണ്ട് ആയിക്കോട്ടെ. 6 മാസം കൊണ്ട് എല്ലാം കൂടി 20 ലക്ഷം രൂപത്തോളം എന്തിനു വേണ്ടി അവൾക്ക് വേണ്ടി ചെലവാക്കി? അതിന് തക്ക ബന്ധം എന്നതാ? ഇവിടെ പല വേലക്കാരികളും നിന്നിട്ടുണ്ട്. കുഞ്ഞുമോൾ, ലീല, ജാനമ, ശിവാനി, സരോജിനി. അവർക്കാർക്കും 100 രൂപ അധികം കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ വന്നു ഇത്രയും വ്യത്യാസമൊക്കെ? അവർക്ക് നീയല്ലേ കൊടുത്തോണ്ടിരുന്നത്? അലീനയ്ക്ക് കൊടുത്തതേ ഞാനാ. അതാണ് അതിൻ്റെ വ്യത്യാസമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വ്യത്യാസം വരാനുള്ള കാരണമെന്ന് അറിയണമല്ലോ. മര്യാദയുടെ ഭാഷയിൽ, മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. അലീന ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത സേവനം അത്ര വലുതാണെന്ന്. അതുകൊണ്ട് കൊടുത്തത് പോരാ എന്നെനിക്കറിയാം. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണല്ലോ. ഇപ്പോഴെങ്കിലും തട്ടിപ്പോയാലേ പോരാത്തത് കൂടി നീ അവൾക്കങ്ങ് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. പോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ബാലേട്ടൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. വൈജയുടെ എല്ലാ പ്ലാനിങ്ങും പൊളിവാ. അപ്പം കിട്ടിയാലോ വയറ് നിറച്ച് വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിച്ചു. കൃഷ്ണൻ പോട്ടെ വീക്ക് വെച്ച് വന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ചെന്നു. നാണം കേട്ടോ കുറേ മക്കള് എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞതുപോലെയായി നമ്മുടെ വൈജയുടെ കാര്യം. ഇങ്ങനെ നിൽക്കുക അവിടെ. കുറച്ച് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അലീനയുടെ റൂമിലേക്ക് സ്റ്റാൻലി കയറി വന്നു. നീ ഇവിടെ ബോറടിച്ചിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പാട്ട് കേൾക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഇതാ വായിച്ചോളാൻ പറഞ്ഞു. അത് അലീനയുടെ കയ്യിലേക്ക് കൊടുത്തു. അലീന ഇതിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴും അലീന ഇങ്ങനെ സ്റ്റാൻലി വലിയ നോക്കുന്നില്ല. ഇവിടെ ഇതാണോ വരുത്തുന്നതെന്ന് ചോദിച്ചു. എന്താ ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ വായിക്കാനറിയാം, പക്ഷേ വായിച്ചാൽ മനസ്സിലാവത്തില്ലേ എന്ന് ചോദിച്ചു. +2 വരെ പഠിച്ചതല്ലേ, അപ്പം മലയാളം മീഡിയത്തിലാണ് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു അലീന. ഞാനൊരു ഓർഫണേജിലായിരുന്നല്ലോ വളർന്നതും. മതി, ഇനി അത് പറയണ്ടെന്ന് പറഞ്ഞു. വായിക്കാനറിയാമല്ലോ, വായിച്ചോളാൻ പറഞ്ഞു. കുറേ ദിവസം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലായി തുടങ്ങുമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ അലീന അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ സ്റ്റാൻലിക്ക് എന്തൊക്കെയാണ് അലീനയോട് പറയണമെന്നുണ്ട്. മേനോൻ ഇവിടെ വന്നപ്പോൾ അയാളെ അച്ഛാ എന്ന് മെനി ടൈംസ് നീ വിളിക്കുന്നത് ഞാൻ കേട്ടു എന്ന് അദ്ദേഹം അലീനയോട് പറയുക. അപ്പം നീ എന്നെ പപ്പ എന്ന് വിളിക്കാറില്ലല്ലോ എന്ന് സ്റ്റാൻലി അലീനയോട് പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ അലീന ഇങ്ങനെ അന്തം വിട്ട് ആ മനുഷ്യനെ നോക്കുക കേട്ടോ. അപ്പോൾ എന്നെ മോളേന്നും വിളിക്കാറില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണേ. അച്ഛൻ എന്നെ മോളേന്ന് വിളിക്കുന്നത് കേട്ട് കാണുമല്ലോ അല്ലേ എന്ന് അലീന തിരിച്ച് ചോദിക്കുക. വാത്സല്യത്തിൻ്റെ തേനിൽ മുക്കിയ എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വിളിക്കുന്നതെന്ന് അലീന ഇങ്ങനെ അദ്ദേഹത്തിനോട് പറയുമ്പം, ഓ അപ്പോൾ അങ്ങനെയുണ്ടല്ലേ, നമ്മൾ കുറച്ചുകൂടി അടുക്കാനുണ്ടല്ലേ എന്ന് സ്റ്റാൻലി അന്നേരം ചോദിച്ചു. വി നീഡ് മോർ ഇൻറ്റിമസി ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചാൽ അത് വരത്തില്ല, അത് ഒരു ഉറവ പോലെ പൊട്ടി ഒഴുകി വരണമെന്ന് അലീന പറയുന്നു. എനിക്കും അല്ലേ, എനിക്കും അങ്ങനെ വരണമെന്ന് ഇങ്ങനെ അലീന പറയുമ്പോൾ ഓക്കെ അങ്ങനെ ആവട്ടെ. അലീനയ്ക്ക് ഈ വീടൊക്കെ പരിചയമായില്ലേ എന്ന് ചോദിച്ചു. എല്ലായിടും ഒന്ന് കണ്ടെന്ന് പറഞ്ഞു. എൻ്റെ എസ്റ്റേറ്റ് കാണണ്ടേന്ന് ചോദിച്ചു. നമുക്ക് നാളെ പോകാം, ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി പോകാമെന്ന് പറഞ്ഞു. അലീന
ദേ നിനക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് വേണമെങ്കിൽ പൗലോസിനോട് പറഞ്ഞാൽ മതി. അയാൾ നല്ലൊരു കുക്കാണ്. നിനക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഇഷ്ടപ്പെടുന്ന സ്റ്റൈലിൽ അയാൾ കുക്ക് ചെയ്ത് തരുമെന്നൊക്കെ സ്റ്റാൻലി പറയുമ്പോൾ എനിക്ക് രാവിലെ 2 ഇഡ്ഡലിയോ ദോശയോ മതി, ഉച്ചയ്ക്ക് ഒരു പിടി ചോറ്, രാത്രിയിൽ കഞ്ഞിയും ചമ്മന്തിയും. അത് കേട്ടപ്പോൾ അലീന എല്ലാ നോൺ വെജും കഴിക്കുമല്ലോ അല്ലേ? ആ എല്ലാം കഴിക്കും, നിർബന്ധം ഇല്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ സ്റ്റാൻലി, നീ ഇവിടുത്തെ സെർവൻസിനോട് പറഞ്ഞോ ഓർഫണേജിലാണ് വളർന്നതെന്നുള്ളത്? അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു മുൻപ് എവിടെയായിരുന്നു എന്ന്. ഞാൻ കള്ളം പറയാൻ പോയില്ല എന്ന് പറയുമ്പോൾ പാലായിൽ മേനോൻ്റെ വീട്ടിൽ വേലക്കാരി ആയിരുന്നു എന്ന് നീ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് നാൾ ഞാൻ അവിടെ വേലക്കാരി ആയിരുന്നു, ഹോം നേഴ്സായിട്ടാണ് അവിടെ ചെന്നതെന്നും പറഞ്ഞു. പിന്നീട് എനിക്ക് അവിടെ കൂടപ്പുറപ്പുകളുണ്ടായെന്നും അച്ഛനുണ്ടായെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്ന നല്ല കാര്യങ്ങളും മിണ്ടാതെ മോശം കാര്യങ്ങൾ ഇങ്ങനെ പെരുപ്പിച്ചു പറയുന്നേ? അതിൻ്റെ ആവശ്യം എന്താണെന്ന് അലീന ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്തിനാണ് അലീന അവരോടൊക്കെ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ഷെയർ ചെയ്യുന്നത്? നമുക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ? ഈ വീട്ടിൽ എൻ്റെ മകളായിട്ട് നീ താമസിക്കുമ്പം എൻ്റെ ഒപ്പം നീ ഉയർന്ന് തന്നെ നിൽക്കണം, താഴോട്ട് പോകരുത് എന്ന് അദ്ദേഹം പറയാം. താഴെ നിന്ന് വന്നവളായതുകൊണ്ടാണ് എനിക്കതൊന്നും പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുന്നില്ല എന്ന് അലീന പറഞ്ഞു. എന്നാലും ഞാനിനി അതിനൊക്കെ ശ്രമിക്കാമെന്ന് അലീന ഇങ്ങനെ സ്റ്റാൻലിയോട് പറയാം കേട്ടോ. അവരിനി അതെല്ലാം പറഞ്ഞു നടക്കുമെന്നും സ്റ്റാൻലി ഓർഫണേജിൽ നിന്നൊരു അനാഥ പെണ്ണിനെ എടുത്ത് മകളാണെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. അവൾ പാലായിൽ ഒരു മുതലാളി വീട്ടിൽ ഹൗസ് മെയ്ഡായി ജോലി ചെയ്തിരുന്നവളാണ്. അങ്ങനെയൊക്കെ പറയുമെന്നൊക്കെ പറയുവാണ്. അതാണല്ലോ ശരിക്കും പരമാർത്ഥമായിട്ടുള്ള കാര്യം എന്ന് അലീന ഇങ്ങനെ സ്റ്റാൻലിയോട് പറയുക സമയത്ത്. സ്റ്റാൻലിക്ക് ഭയങ്കര സങ്കടം. ഇതൊക്കെ എപ്പോഴെങ്കിലും തുറന്നു പറയേണ്ട ഒരു സാഹചര്യം വരും. കാരണം അന്വേഷണങ്ങളും കൂടിക്കാഴ്ചകളും കൂട്ടുചോദ്യങ്ങളും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് അലീന പറഞ്ഞു. ഇപ്പം ഞാൻ രാജകുമാരിയാണെന്ന് ഞെളിഞ്ഞു നിന്ന് പറഞ്ഞിട്ട് വെറും അനാഥയും വേലക്കാരിയായിരുന്നു എന്ന് തെളിയുമ്പോൾ തല കുനിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇപ്പം ഞാൻ വേലക്കാരിയും അനാഥയുമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞാൻ രാജാവിൻ്റെ മകളാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതല്ലേ എന്ന് അലീന ഇങ്ങനെ സ്റ്റാൻലിയോട് ചോദിക്കുക കേട്ടോ. ഞെട്ടിപ്പോയി അലീന പറയുന്ന കാര്യമൊക്കെ കേട്ട് സ്റ്റാൻലി. യെസ്, യു ആർ കറക്റ്റ്, പെർഫെക്റ്റ്ലി കറക്റ്റ്, എക്സാക്ട്ലി എന്നും പറഞ്ഞു പറയാം. ദാറ്റ്സ് റൈറ്റ്, അതാണ് ശരിയെന്ന് അദ്ദേഹവും സമ്മതിച്ചു കൊടുക്കുക അലീനയ്ക്ക്. അങ്ങനെ അലീനയ്ക്ക് കൈ കൊടുക്കുകയാണ് നമ്മുടെ സ്റ്റാൻലി. അങ്ങനെ സ്റ്റാൻലിക്ക് അലീനയും കൈ കൊടുത്തു. താങ്ക് യുവും പറഞ്ഞ് പപ്പയും മോളും സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ വരുന്നു നമ്മുടെ കുട്ടിച്ചായോ, വണ്ടി എങ്ങനെ ഉണ്ട്, കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ബൈജു ഇറങ്ങി വന്നു. അപ്പോൾ അങ്ങനെ ലാലിച്ചൻ കൊണ്ടുവന്ന പെണ്ണിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദേ ഇവിടെ ഇപ്പം എങ്ങനെയാണ് സ്ഥിതി എന്നൊക്കെ ഇങ്ങനെ അപ്പച്ചൻ ചോദിക്കുമ്പോൾ എല്ലാം വള്ളി പുള്ളി തെറ്റാതെ ഇവർ പറയുന്നു. പിന്നെ ഇവിടുത്തെ പട്ടികളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ദേ ഇവിടുത്തെ പട്ടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ പട്ടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് സാബിന് അറിയില്ലായോ എന്ന് ചോദിച്ചു. ഇവിടുത്തെ പഴയ പട്ടികളൊക്കെ ആയിട്ട് എനിക്ക് നല്ല അടുപ്പാണ്, എല്ലാവരും എങ്ങനെയുണ്ടെന്ന് അറിയാം. പുതിയ വല്ല ഇനങ്ങളെയും ലാലിച്ചൻ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് സംശയിച്ച് ചോദിച്ചതാണ്. പുതിയത് ഒന്നേ ഉള്ളൂ കുട്ടിച്ചായ, അതൊരു പെണ്ണാണ്. അത് കടിക്കുന്ന ഇനമാണെന്നാണ് തോന്നണത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പല്ല് പിഴുതെടുത്ത് പറഞ്ഞയക്കാൻ പറ്റത്തില്ലല്ലോ കുട്ടിച്ചായ. കേണൽ സാറിൻ്റെ സ്വന്തം മകളാണെന്നല്ലേ പറയുന്നത്. അവളൊക്കെ അങ്ങ് തൃശ്ശിനാപ്പള്ളിയിൽ, ഇവിടെ ഒന്നും നടക്കത്തില്ല. അപ്പം കേണൽ സാബിന് വലിയ താല്പര്യം, അതിനോട് താല്പര്യമൊക്കെ ഞാൻ മാറ്റിക്കോളാം. സ്വന്തം ഭാര്യയ്ക്കുണ്ടായ മക്കളോടില്ലാത്ത താല്പര്യം വല്ലവളും പ്രസവിച്ചുണ്ടായതാണെന്നും പറഞ്ഞ് വരുന്നവളോടുണ്ടാവുമോ? ചുമ്മാ. എന്തായാലും ഞാൻ ലാലിച്ചൊന്ന് കാണട്ടെ. അപ്പോൾ ചെല്ല് എന്നും പറഞ്ഞ് അങ്ങനെ ഇവർ ലാലിച്ചൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുവാണ് അപ്പച്ചനെ. അപ്പച്ചനകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ഈ അപ്പച്ചൻ, അവളിവിടെ ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്, അവൾ ഇന്ന് തന്നെ പറപ്പിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പച്ചൻ കയറിപ്പോണേ. അപ്പച്ചൻ അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി വല്ല നടക്കുമോ അതോ കുട്ടിച്ചായനെ അവളും മയക്കുമോ നോക്കാം നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. അദ്ദേഹം അകത്തേക്ക് കയറി ചെല്ലുന്നു. മകനെ കണ്ടപ്പോൾ മകൻ അച്ഛനെയും കണ്ടു. വരണം എന്നും പറഞ്ഞുകൊണ്ട് മകനെ ഇങ്ങനെ അച്ഛനോട് പറയാം. നീ കാലത്തെ തന്നെ തുടങ്ങിയോ ലാലിച്ച? അപ്പച്ചൻ്റെ വരവ് പ്രമാണിച്ചങ്ങ് തുടങ്ങി വെച്ചതേ ഉള്ളൂ. അപ്പം എനിക്ക് നിൻ്റെ സൽക്കാരം ഒന്നും വേണ്ട ലാലിച്ച, ഞാൻ ഉടനെ തിരിച്ചു പോകും. ഉച്ച കഴിഞ്ഞ് പുനലൂർ ചെന്നിട്ടേ എനിക്ക് വേറെ പരിപാടി ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പച്ച ഒരെണ്ണം അടിച്ചോ, ഇതിവിടെ കിട്ടുന്ന സാധനമല്ല. എൻ്റെ ഒരു ഫ്രണ്ടേ
ഫിലിപ്പീൻസിൽ നിന്ന് കൊണ്ടുതന്ന ഗിഫ്റ്റാണെന്ന് പറഞ്ഞു. വേണ്ടെന്നല്ലേടാ പറഞ്ഞതോ? അപ്പച്ചാ ദേ ഞാനത് ഒറ്റ ദിവസം കൊണ്ട് തീർക്കും, വേണമെങ്കിൽ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോഴേക്ക് അപ്പച്ചൻ ഇങ്ങനെ നോക്കുക. അപ്പോഴത്തേക്ക് അപ്പച്ചൻ്റെ ഒരു മനസ്സ് ലാലിച്ചന് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പച്ചൻ കഴിക്കുന്നു. ഒരു ഗുമ്മില്ലല്ലോ ഇടാവേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പറഞ്ഞു. അപ്പച്ചൻ സിപ്പ് ചെയ്ത് രുചിച്ച് കഴിക്കേണ്ട സാധനമാണ്. തെങ്ങും കള്ള് കുടിക്കുന്ന മാതിരിയാണ് കഴിക്കുന്നത്. എടാ രുചിച്ച് കഴിക്കാനാണെങ്കിൽ തേ മേടിച്ച് കുടിച്ചാൽ പോരെ എന്ന് അപ്പച്ചൻ അന്നേരം മോനോട് ചോദിക്കുന്നു. ആൽബി റോബിച്ചനും അപ്പച്ചനെ സൽക്കരിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒരു തൊള്ളി തന്നെങ്കിലേ നിന്റെ ഇടയ്ക്ക് വരുമ്പോഴാ മനസ്സറിഞ്ഞ് 4 എണ്ണം വീശാൻ പറ്റുന്നതെന്നൊക്കെ അപ്പച്ചൻ. നീ ആ പെങ്കൊച്ചിനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ, ഞാനൊന്ന് കാണട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ വിളിച്ചാലൊന്നും വരില്ല അവളെന്ന് പറഞ്ഞു. പിന്നെ മദ്യപാനം പുകവലിയും നടത്തുന്ന മുറിയിലോട്ട് കാലെടുത്ത് വെക്കില്ല. അത്രയ്ക്ക് അഹങ്കാരിയാണോ അവള്? അഹങ്കാരിയല്ല, നമ്മളാരും വിചാരിക്കുന്നത് പോലെയല്ല അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണെന്ന കാര്യം പറയുമ്പം നീ അത് അനുവദിച്ച് കൊടുത്തിട്ടല്ലേ എന്ന് ചോദിച്ചു. എടാ അതൊക്കെ അവളുടെ കയ്യിൽ വെച്ചാൽ മതി എന്ന് ആദ്യമേ പറയണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അതൊക്കെ പോട്ടെ, നീ ഒരു കാര്യം ചെയ്യാം, അവളെ എൻ്റെ കൂടെ പുനരൂരിലോട്ട് വിട്ടേരെ. അവിടെ ആവുമ്പം ആര് ചോദിച്ചാലും നമുക്ക് ഓരോ കാരണങ്ങൾ പറഞ്ഞ് നിൽക്കാം. ചിന്നമ്മയുടെ അനിയത്തിയുടെ മോളുടെ മോളാണെന്നോ എൻ്റെ പെങ്ങളുടെ പേരക്കുട്ടിയാണെന്നോ ആരും സംശയിക്കത്തുമില്ല എന്ന് ഈ അപ്പച്ചൻ പറയാം. പിന്നെ ഇവിടെ നിർത്തിയാൽ 100 പേരോട് സമാധാനം പറയേണ്ടി വരത്തില്ലേന്ന് ചോദിച്ചു. അതൊന്നും സാരമുള്ള കാര്യമല്ല, നിനക്ക് സാരമില്ലായിരിക്കും, പക്ഷേ എനിക്കും നമ്മളെ അറിയാവുന്നവർക്കും സാരമുള്ള കാര്യമാണ്. എൻ്റെ കൂടെ വിട്ട കുറച്ച് ദിവസം പുനലൂര് നിർത്തിയിട്ട് പതുക്കെ ഞാൻ അവളെ നാട് കടത്തിയേക്കാവെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അങ്ങനെ നാട് കടത്താനായിരുന്നെങ്കിലേ എനിക്ക് അവളെ വിളിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യമുള്ളതാണോ അപ്പച്ചാന്ന് ചോദിച്ചു. അതിൻ്റെ ആവശ്യം ഉണ്ടാവുമായിരുന്നോ? അവൾ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊന്നും നാട് കടത്തുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിന്റെ മോളാണെന്ന് നീ തന്നെ പോയി കണ്ട് ഉറപ്പിച്ചു കൊണ്ടുവന്നതല്ലേ, ഉപേക്ഷിക്കണ്ട. ഉടനെ തന്നെ എവിടെയെങ്കിലും ഒരു കല്യാണമൊക്കെ ആലോചിച്ച് അവളെ അങ്ങ് കെട്ടിച്ച് വിടാമെന്നാ ഞാൻ മനസ്സിൽ കണ്ടതെന്ന കാര്യം ഇദ്ദേഹം പറയാം. അപ്പോൾ വയസ്സ് 10-23 ആയില്ലേ, എന്നായാലും കെട്ടിച്ചു വിടണ്ടായോ? അത് കേട്ടപ്പം അവൾക്കൊരു നീതി കിട്ടണ്ടേ അപ്പച്ചാ എന്ന് സ്റ്റാൻലി ചോദിക്കാട്ടോ. 23 വർഷം അനാഥ കുഞ്ഞായി ജീവിച്ചവളാ, അവളെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? അവൾക്കൊരു അംഗീകാരം, അന്തസ്, സ്നേഹവും എല്ലാം കിട്ടണ്ടേ എന്ന് സ്റ്റാൻലി ചോദിച്ചു. ഇവിടെ നിന്റെ കൂടെ ജീവിച്ചാൽ അത് കിട്ടുമോ? അപമാനവും പരിഹാസവും കുത്തുവാക്കും വഴക്കും വയ്യാവേലിയും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വരത്തില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് സ്റ്റാൻലി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. ഇനി അലീനയെ കണ്ടു കഴിയുമ്പം ഇപ്പം ഇങ്ങനെ പറഞ്ഞ അപ്പച്ചൻ നേരെ തലകീഴായി മറിയും. അങ്ങനെ ഒരു സിറ്റുവേഷനായിട്ട് നാളത്തെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണേ. എല്ലാവർക്കും ടാറ്റാ.